വായുടെ അടിയിൽ മീശയും വന്ന് എന്നെ പോലുള്ള വയസ്സന്മാരുടെ ജോലി നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് കഥ പറഞ്ഞു തരിക ഉള്ളതാണ്. അതുകൊണ്ട് ഈ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. ആ കഥയുടെ പേരാണ് സ്വർഗമാണ് എൻ്റെ പാഠശാല. പണ്ട് കാലചക്രം പിന്നോട്ട് കറക്കിയാൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് മൈ ഹൗസ് ഈസ് ഇൻ ദ പാടം, അതായത് എൻ്റെ വീടൊരു പാടത്തിന്റെ നടുക്കായിരുന്നു. ആ പാടവരമ്പിലെ എൻ്റെ ഇത്തയുടെ ഉസ്താദ് എന്നും മദ്രസ വിട്ടു പോകുമായിരുന്നു. ഉസ്താദിനെ കണ്ട ഉടൻ എൻ്റെ ഉമ്മ ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങും. കാരണം എനിക്ക് പെരുത്ത ബുദ്ധിയാണേ. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ വീട്ടുകാർക്ക് ഞാൻ പോകില്ല. നിങ്ങൾ കരുതുന്ന പോലെ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ചീത്ത ശീലവും എനിക്കില്ല കേട്ടോ. എൻ്റെ ഇത്ത വല്ലപ്പോഴും നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ ഞാൻ എല്ലാ ദിവസവും പോയി വേര് വന്നോന്ന് നോക്കുമായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ കൂട്ടരെ? അപ്പോഴാണ് എൻ്റെ പൊന്നാരുമ്മച്ചിൻ്റെ ഒരു ഡയലോഗ്. മര്യാദക്ക് നിന്നോ അല്ലെങ്കിൽ നിന്നെ മദ്രസയിൽ ചേർക്കും. ആ പോകണ ഉസ്താദ് ചുറ്റടി തരും. അപ്പോൾ ഞാൻ കരുതി മദ്രസ അതൊരു ലോക്കപ്പാണ്, മദ്രസയിലെ ഉസ്താദ്മാർ പോലീസുകാരാണ്. നിങ്ങൾക്ക് കേൾക്കണോ കൂട്ടരെ? അങ്ങനെ ശവ്വാൽ മാസം വന്നു. എനിക്ക് 5 വയസ്സായി. 6 നോമ്പ് കഴിഞ്ഞ് മദ്രസ തുറക്കുന്ന ദിവസം, എന്നെ പോലുള്ള പോക്കരികളെ ചേർക്കുന്ന ദിവസം, എൻ്റെ ബദരീങ്ങളെ എൻ്റെ ഉപ്പച്ചി ഒരു ഗെയിമിൽ വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ഗെയിമിൽ എണ്ണയും ഇട്ടുകൊണ്ട് ദാ പോണ്. എങ്ങോട്ടേക്കാണെന്ന് അറിയോ കൂട്ടരെ? നമ്മുടെ മദ്രസയിലെത്തി സ്റ്റാഫ് റൂമിലേക്ക് കയറി. അപ്പ കണ്ട കാഴ്ചേ, നമ്മുടെ നായകൻ ഉസ്താദ് ഇങ്ങനെ ഇരിക്കണ്. ഉസ്താദ് എന്നെ മെല്ലെ അടുത്തോട്ടേക്ക് വിളിച്ചു. അപ്പോൾ എൻ്റെ ഇവിടുന്ന് ഒരു മുട്ടുണ്ടായിരുന്നു. ഹിന്ദിപ്പാട്ടിന്റെ ഒന്നുമല്ല. ഉസ്താദ് എന്നോട് ചോദിച്ചു, മോന്റെ പേരെന്താന്ന്? അപ്പോൾ ഞാൻ മെല്ലെ പറഞ്ഞു, മുഹമ്മദ് അബാൻ. അപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണോ കൂട്ടരെ? 1നാണോ മുറ്റേന്നറിയില്ല, 2നാണോ മുറ്റേന്നറിയില്ല. ഓ ജാതി മുട്ടേ. ഉസ്താദ് എന്നോട് കുറെ വിശേഷങ്ങൾ ചോദിച്ചു. അപ്പോൾ എൻ്റെ പേടി കുറച്ചു മാറി തുടങ്ങി. 1ാം ക്ലാസ്സിലെത്തിയപ്പോഴല്ലേ രസം. അവിടെ ചൂരലുമില്ല, അടിയുമില്ല, പാട്ടും ചിരിയും കഥയും പഠിപ്പും. എന്താ രസം. എനിക്കിപ്പോൾ വെള്ളിയാഴ്ച വരുന്നതേ ഇഷ്ടമല്ല. കാരണം വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ. അതല്ലേ ഞങ്ങളെ എല്ലാവരുടെയും സ്വർഗം. അസ്സലാമു അലൈക്കും.